ജെയിൻ നേരത്തെ സൂചിപ്പിച്ചു മഴ മാറി നിൽക്കുകയാണ് എന്ന്. കാണാതെ പോയ വാഹനങ്ങൾ, ഒഴുക്കിൽപ്പെട്ട വാഹനങ്ങൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. പോലീസും അതുപോലെയുള്ള സംവിധാനങ്ങളും ഫയർഫോഴ്സും ഒക്കെ അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും മഴ മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു 6 മണി മുതൽ തന്നെ പൂർണ്ണമായും മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ പുഴയിലെ നീരൊഴുക്കിന് കാര്യമായ കുറവുണ്ടായിട്ടില്ല. ഇപ്പോൾ കല്ലാർ ഡാമിന്റെ ഷട്ടറുകളെല്ലാം ഉയർത്തിവെച്ച് പരമാവധി വെള്ളം പുറത്തേക്ക് താഴേക്ക് ഒഴുകി പോകുന്നുണ്ട്. സാധാരണ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെക്കുമ്പോഴാണ് ഇവിടെ വെള്ളം കൂടുതൽ സംഭരിക്കപ്പെടുകയും ജലനിരപ്പ് ഉയരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് കല്ലാർ ഡാമിന്റെ ഷട്ടർ പരമാവധി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പ്രളയത്തിന്റെ സമയത്താണ് ഇത്തരത്തിൽ വലിയ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടത്. ഇന്നലെ രാത്രി വീണ്ടും അതിന് സമാനമായിട്ടുള്ള മഴയാണ് പ്രദേശത്ത് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്ത് പോരുമ്പോൾ പ്രധാന റോഡിലൂടെ പലയിടത്തും പോരാൻ കഴിയില്ല. നെടുങ്കണ്ടത്ത് നിന്ന് മുണ്ടിയേരിമയിൽ നിന്ന് തൂക്കുപാലത്ത് നിന്ന് കൂട്ടാർ, ഈ പ്രധാനപ്പെട്ട ജനവാസ മേഖല ഇതാണ്. ഇതിൽ നമുക്ക് മുണ്ടിയേരിമയിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്, ആ ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് വാഹനം കടന്നു വരില്ല. അതിന് പകരം മറ്റു ചിലയിടങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി വേണം നമുക്ക് ഈ കൂട്ടാറിലേക്ക് എത്താൻ. ഇതേപോലെയാണ് ഈ പ്രദേശത്ത് പല സ്ഥലത്തും വീടുകളിൽ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി വെള്ളം ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയൂ എന്നുള്ളതാണ്. കാര്യമായിട്ടുള്ള ജീവഹാനി ഉണ്ടായില്ല എന്നത് മാത്രമാണ് ആശ്വാസം. ബാക്കി എല്ലാ ദുരിതങ്ങളും ഈ മേഖലയിൽ കനത്ത മഴ വിതച്ചിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്, നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. 5 വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. ഇല്ല ചേട്ടാ, എത്ര വാഹനം ഒഴി പോയിട്ടുണ്ട്? 5 തോന്നുന്നു. അങ്ങനെ പറയുന്നു. ഇന്നലെ എപ്പോഴാണ് മഴ തുടങ്ങിയത്? രാത്രി ഒരു 10 മണി വരെ തുടങ്ങിയതാ. അതിശക്തമായ മഴയായിരുന്നു, ഇടിയോട് കൂടിയ മഴയൊക്കെ ആയിരുന്നു. സാധാരണ ഇത്രയും വലിയ മഴ ഇവിടെ ഇത്രയും വലിയ മഴ പെയ്യാറില്ലായിരുന്നു. ഇത് അടുത്ത കാലങ്ങളിലൊന്നും പെയ്തിട്ടില്ല. ഒരു 10-15 വർഷം മുമ്പായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. ഇത്രയും വെള്ളം കയറിയിട്ടില്ല. ഇന്നാണ് ഇത്രയും വലിയ അതിശക്തമായ മഴ പെയ്തതും ഇതുപോലെ വെള്ളം കയറിയതും. ഇന്നിപ്പോ വൈകിട്ട് വീണ്ടും മഴ പെയ്ത ആശങ്കയാണ്. ആശങ്ക എന്ന് പറഞ്ഞാൽ ഇത്രയും ദുരിതത്തിൽ കിടക്കുന്നതല്ലേ, ഇത്രയും വെള്ളം വന്നോണ്ടിരിക്കുന്നതല്ലേ, ഈ മണ്ണിടിച്ചിലും ഇതിനൊക്കെ സാധ്യതയുണ്ട്. പറയാൻ പറ്റത്തില്ല. മഴയാണെങ്കിൽ വലിയ പാടാണ്. അത് തന്നെ, മഴയാണെങ്കിൽ വലിയ ദുരിതത്തിലേക്ക് വീണ്ടും ഈ പ്രദേശം പോകും. കാരണം ഇപ്പൊ പൂർണ്ണമായും മഴ മാറിയിരിക്കുന്നുണ്ട്. ഇന്നലെയും നമ്മൾ പകലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് മലയോര മേഖലയിൽ മഴയിലായിരുന്നു. വൈകിട്ട് 4 മണി മുതൽ തൊടുപുഴ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ മഴയുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും മലയോര മേഖലയിൽ യാതൊരു മഴയുണ്ടായിരുന്നില്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷേ 7 മണി മുതൽ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ആരംഭിച്ചു. അതിനുശേഷം മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഏതാണ്ട് 12 മണിയോടുകൂടി അതിശക്തമായ മഴ തുടങ്ങി. അത് 3 മണി വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ മഴയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ താഴ്ന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ഇടങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. കാരണം കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതലായി ഉയർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാമ്പള ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഡാമിന്റെ ഷട്ടർ കൂടി തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളപ്പാച്ചിൽ ഉണ്ടാകാം. പക്ഷെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഈ ദുരിതം ഇവിടെ ലഘൂകരിക്കപ്പെടും.